ബരീറ എന്ന പേരുള്ള ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരികയാണ്. ഹബീബായ പ്രവാചകന്റെ മുന്നിൽ ബരീറ എന്ന പേരുള്ള ഒരു സ്ത്രീ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, എന്റെ ഭർത്താവിനെ എനിക്ക് വേണ്ട, എന്റെ ഭർത്താവിനെ എനിക്ക് വേണ്ട. ആ സമയത്ത് ഭർത്താവ് പിന്നാലെ ഓടി വരികയാണ്. പേര് മുഗീസ് എന്നാണ്. ആ മുഗീസ് എന്ന പേരുള്ള ഭർത്താവ് വരുന്ന രംഗം ഹദീസുകളിൽ കാണാ. ഭർത്താവ് ഇങ്ങനെ കരഞ്ഞ് 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 കവിൽ തടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുകയാ. കണ്ണുനീർ തുള്ളികളെ കവിൽ തടത്തിലൂടെ ദാടിരോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. എന്നിട്ട് ഭർത്താവ് പറയുന്നു, നബിയേ, എനിക്കെന്റെ ജീവനാണ് എന്റെ ബരീറ, എന്റെ ഭാര്യ എനിക്കെന്റെ ജീവനാണ്, എന്റെ ഭാര്യ എനിക്ക് വേണം, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ബരീറ എന്ന ഭാര്യ പറയുന്നു, നബിയേ, എനിക്ക് ഈ മുഗീസിനെ വേണ്ട, എനിക്ക് യവനോടൊത്തുള്ള ജീവിതം വേണ്ട. നബിതങ്ങൾ ആകെ ധർമ്മസങ്കടത്തിലാവുകയാ. അടുത്തിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ നബിതങ്ങൾ ചോദിക്കുന്നു, എന്തേ നിനക്ക് ബരീറയുടെ വെറുപ്പും മുഗീസിന്റെ സ്നേഹവും നിന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? ഈ ബരീറയ്ക്ക് ഭർത്താവ് മുഗീസിനോടുള്ള വെറുപ്പും മുഗീസിന് തന്റെ ഭാര്യ ബരീറയോടുള്ള സ്നേഹവും നിന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ഒരു ഭാഗത്ത് ജീവൻ തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ്, മറുഭാഗത്ത് ഭർത്താവ് വേണ്ട എന്ന് വാശി പിടിക്കുന്ന ഭാര്യ. എന്താ റസൂലേ ഇതിൽ ഇടപെടുന്നത്? എങ്ങനെയാണ് അങ്ങ് ഇതിൽ തീർപ്പ് കൽപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് ബരീറ എന്ന ഭാര്യയോട് ചോദിച്ചത്, ഒരു പുനർവിചിന്തനത്തിന് തയ്യാറുണ്ടോ? ഒന്നുകൂടി അവന് അവസരം കൊടുത്തൂടെ? ഒന്നുകൂടി ഒന്ന് പുനർവിചിന്തനം നടത്തിക്കൂടെ? ആ സമയത്താണ് ബരീറ എന്ന് പറയുന്ന ഭാര്യ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, നബിയേ, ഇതങ്ങയുടെ കൽപ്പനയാണോ? ഇതങ്ങനെ നിർബന്ധിക്കുകയാണോ? എല്ലാവരും കേട്ടോ, ഇത് കോടതി ആരാ? ജഡ്ജി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ആരാണ് വന്നത്? ഈ കുടുംബ കോടതിയിലെത്തിയത് എനിക്ക് എന്റെ ഭർത്താവ് മുഗീസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബരീറ എന്ന പെണ്ണ്, ആ ഭാര്യ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് തളർന്നുകൊണ്ട് ഭർത്താവ് മുഗീസ് രണ്ടുപേരും വന്നപ്പോ അടുത്തിരിക്കുന്ന സാക്ഷികളോട് നബിതങ്ങൾ എന്ന ജഡ്ജി ചോദിക്കാൻ, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ എന്ന്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അത്ഭുതം തോന്നാൻ. ഭർത്താവിനെ വെറുക്കുന്ന ഭാര്യ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് എന്താ നബിയെ ചെയ്യാ? അല്ലാഹുവിന്റെ റസൂല് ഭാര്യയോട് ചോദിച്ചു, ഒരു പുനർവിചിന്തനത്തിന് തയ്യാറുണ്ടോ? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ആ സമയത്ത് ബരീറ നബിതങ്ങളോട് ചോദിക്കാൻ, നിങ്ങളുടെ കൽപ്പനയാണോ ഇത്? അവൻ പറഞ്ഞു, അല്ല, എന്റെ ശുപാർശയാണ്, എന്റെ ശുപാർശയാണ്. ആ സമയത്ത് ബരീറ എന്ന സ്ത്രീ നബിതങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ കൽപ്പനയാണെങ്കിൽ ഇപ്പോ ഞാൻ മുഗീസിനോടൊപ്പം വീട്ടിലേക്ക് പോകും. കാരണം അങ്ങയുടെ കൽപ്പന ധിക്കരിച്ചാൽ എനിക്ക് നരകമാണ്. പക്ഷേ അങ്ങയുടെ ശുപാർശയാണെങ്കിൽ എനിക്ക് വേണ്ട നബിയെ. ഈ പറയുന്ന മുഗീസിനെ എനിക്ക് വേണ്ട. എനിക്ക് സ്വയം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നിങ്ങളുടെ ശുപാർശ മാത്രമാണോ? എങ്കിൽ ഞാൻ പറയുന്നു, നബിയെ, അങ്ങ് ഈ വിഷയത്തിൽ ഇനി ഇടപെടരുത്. എനിക്ക് വേണ്ട. അല്ല, കൽപ്പനയാണെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടു. എന്റെ ഈ ലോകത്തെ ജീവിതത്തിൽ എനിക്ക് മുഗീസ് മതി. കാരണം നിങ്ങളെ ധിക്കരിച്ചാൽ എനിക്ക് നരകമായിരിക്കും. എനിക്ക് വേണ്ടത് അള്ളാഹുവിന്റെ സ്വർഗമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ട ആ ബരീറ എന്ന് പറയുന്ന ഭാര്യ മുഗീസ് എന്ന ഭർത്താവിന് വേണ്ട എന്ന് തീരുമാനിച്ചു. നിങ്ങൾ അറിയണം, ഇന്നത്തെ കോടതികളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ടൊന്ന് തുലനം ചെയ്തേ. കോടതിയിൽ എന്താ നടക്കുന്നത്? കോടതിയിൽ ജഡ്ജിമാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ശുപാർശ ചെയ്യാം. പക്ഷെ നിർബന്ധിച്ച് പലതും ചെയ്യിപ്പിക്കുന്നു നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഈ നാട്ടില്. എന്താണ്? ഒരു പെണ്ണ്
ജീവിത അവസാനം വരെയും ഒരു ഭർത്താവിന് സഹിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ദാരുണമായ ഒരവസ്ഥ. പാവം പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? ജനിച്ച് വളർന്ന് 10-18 വയസ്സാകുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സ്വന്തം വീട്ടിൽ ഉമ്മ പറയും, അല്ലെങ്കിൽ നീ ഇവിടെ വളരേണ്ടവളല്ല, നിന്നെ 2 കൊല്ലം കഴിഞ്ഞാൽ കെട്ടിച്ചു വിടും, നീ പോകേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ്. കണ്ണൂര് പിന്നെ അറയായതുകൊണ്ട് തിരിച്ചാണ് അല്ലെ. കണ്ണൂര് പിന്നെ ഭർത്താവിനെ അവിടെ കൊണ്ടുവന്ന് വരികയാണ്. ഭർത്താവിനെ കൊണ്ടുവന്ന് ഇതേ സംസ്കാരമാണ് ലക്ഷദ്വീപുകളില്, കണ്ണൂർ സംസ്കാരമാണ് ലക്ഷദ്വീപുകളില്. കാരണം എന്താണെന്നറിയോ? കണ്ണൂര് എങ്ങനാണോ അങ്ങനാണ് ലക്ഷദ്വീപില്. കല്യാണം കഴിഞ്ഞാൽ ആ കല്യാണം നടന്ന് ഭർത്താവ് ഭാര്യയുടെ വീട്ടിലാണ്. അതാണ് ഈ ലക്ഷദ്വീപുകളിലെ സംസ്കാരം. ഞാൻ പറയുന്നത്, ഒരു പെണ്ണ് വളർന്നു വലുതായി കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങൾ വന്നാൽ ഉമ്മ പറയും, വാപ്പ പറയും, അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ടവളല്ല, 2 കൊല്ലം കഴിഞ്ഞാൽ കെട്ടിച്ചു വിടും, നീ പാത്രവും കലവും കഴുകേണ്ടത് വല്ലവന്റെ വീട്ടിൽ പോയിട്ടാണ്, ഇവിടെ നീ ജീവിക്കേണ്ടവളല്ല എന്ന്. ഈ പാവപ്പെട്ടവളെ കെട്ടിച്ച് നീ അവിടെ വിട്ടാലോ? അവിടെ ചെന്ന് കയറുമ്പോ അവര് പറയുന്നത് എന്താണെന്നറിയോ? നീ വന്നു കയറിയവളാണ്, ഇവിടെ വന്നവളല്ല എന്ന്. ശരിയല്ലേ? ഉമ്മയും വാപ്പയും പറയും, നീ ഇവിടെ വളരേണ്ടവളല്ല, നീ 10-18 വയസ്സ് കഴിഞ്ഞാൽ അപ്പുറത്ത് വളരേണ്ടവളാണ്. അവിടെ കല്യാണം കഴിഞ്ഞ് അയക്കുമ്പോ അവര് പറയുന്നത് എന്താ? നീ സത്യത്തില് വന്നു കയറിയവളാണ്, ഇവിടെ ഉണ്ടായവളല്ല എന്ന്. അപ്പൊ പെണ്ണിന് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്തൊരു ദുരവസ്ഥ വരൂലേ? ചിന്തിച്ചു നോക്ക്. അവിടെയാണ് ഇസ്ലാമിന്റെ സംസ്കാരം. നബിതങ്ങള് കേട്ട് മറുപടി കൊടുത്തത് അവിടെയാണ്. ബരീറ, നിനക്കൊരു പുനർവിചിന്തനം നടത്താൻ കഴിയോ? ഇല്ല നബിയെ, അങ്ങയുടെ കൽപ്പനയാണെങ്കിൽ ഞാൻ ശിരസാ വഹിച്ചോളാം, അങ്ങയുടെ ശുപാർശയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. കോടതികളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടാൽ ആ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അവള് ചിലപ്പോ നാണം കൊണ്ട് പുറത്തു പറയില്ല, പേടി കൊണ്ട് പറയില്ല, അവളുടെ നഗ്ന ചിത്രങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന പേടിയിൽ അവൾ പറയില്ല. പിന്നീട് എപ്പോഴോ ധൈര്യം സംഭരിച്ച് ആ പെണ്ണ് ഏതെങ്കിലും കോടതിയിൽ ചെന്ന് ചോദിച്ചാൽ കമന്റ് രാജാക്കന്മാര് താഴെ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, ഇത്രയും നാള് നീ എവിടെയായിരുന്നു എന്ന്. ഇത്രയും നാള് നീ എവിടെയായിരുന്നു? വർഷം കുറെ കഴിഞ്ഞില്ലേ, ഇപ്പോഴാണോ നിന്നെ പീഡിപ്പിച്ചത് പുറത്തു പറയുന്നത്? ഇത്രയും നാള് നീ എവിടെയായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. കോടതിയിൽ പോയാൽ ഒന്നുകൂടി അവളെ പീഡിപ്പിച്ച രംഗങ്ങൾ അവളുടെ മനസ്സിൽ തികട്ടി വരാൻ ആ വരത്തക്ക വണ്ണം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ, അവൾക്ക് മാനസികമായ സംഘർഷത്തിൽ അകപ്പെടുന്ന അവസ്ഥ. അവിടെയാണ് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു പെണ്ണിന്റെ സങ്കടം കേട്ടു നിന്നത്. എന്നിട്ട് പറഞ്ഞു, നിനക്കൊന്നുകൂടി അയാളോടൊപ്പം ജീവിക്കാൻ ഒരു അവസരം കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കേ. ഇല്ല നബിയെ, അങ്ങയുടെ ശുപാർശയാണെങ്കിൽ ഞാൻ പറയുന്നു എനിക്ക് അയാളോടൊത്തുള്ള ജീവിതം വേണ്ട എന്ന്. ആ നിലയിൽ ഒരു പെണ്ണിനെ കേൾക്കാൻ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ തയ്യാറായി എന്നുള്ളതാണ്. പെണ്ണിന് ഇസ്ലാം കൊടുക്കുന്ന ഇത്രയും സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ലോകത്തൊരു മതവും കൊടുക്കുന്നില്ല, ലോകത്തൊരു പ്രത്യയ ശാസ്ത്രവും കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞതെല്ലാം പലതിൽ ചിലത് മാത്രമാണ്. സൗന്ദര്യത്തിന്റെ പേരിൽ എത്രയോ ഭർത്താക്കന്മാരെ തള്ളി പറഞ്ഞുകൊണ്ട് ഭാര്യമാർ ഇറങ്ങിപ്പോയി. അറിയില്ലേ? കല്യാണം കഴിഞ്ഞ് എന്റെ വാപ്പായും ഉമ്മയും തലയിൽ വെച്ച് തന്നതാണ്, എന്തൊരു വിധിയാണ് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ സൗന്ദര്യം കുറഞ്ഞു പോയതിന്റെ പേരില് എത്രയോ ഭാര്യമാര് ആ ഭർത്താവിനേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ കാണുമ്പോ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ചിന്തിച്ചു നോക്ക്. നബിതങ്ങളുടെ മുന്നിൽ സാബിത്ത് ബിൻ ഖൈസിന്റെ ഭാര്യ ഉബയ്യ് ബിൻ സലൂലിന്റെ മകളായ ജമീല, ആ സ്ത്രീയുടെ പേര് പോലെ സൗന്ദര്യമുള്ളവളാണ് ജമീല, അഴകുള്ളവൾ, ഏറ്റവും വലിയ സൗന്ദര്യം. ഉബയ്യ് ബിൻ സലൂലിന്റെ മകളാണ്, സാബിത്ത് ബിൻ ഖൈസിന്റെ ഭാര്യയാണ്. ആ ഭാര്യ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ഈ സാബിത്തിനെ പറ്റി എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ദീനിയായി എനിക്കൊന്നും പറയാനില്ല, അയാളുടെ സ്വഭാവം വളരെ ക്ലിയറാണ്, പക്ഷേ എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല, അയാൾക്ക് സൗന്ദര്യം കുറവാണ്, അയാൾക്ക് സൗന്ദര്യം കുറവാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരുമ്പോ
അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്താ ചോദിച്ചതെന്നറിയോ? ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, നീ തീരുമാനിച്ചോ? അങ്ങനെ അതേ നബിയെ തീരുമാനിച്ചു. അവിടെ അള്ളാന്റെ റസൂൽ ചോദിച്ചില്ല, ജമീല നിന്റെ കല്യാണം നടന്നപ്പോ നിനക്ക് കണ്ണില്ലായിരുന്നോ? നീ എന്തേ അന്നൊന്നും ഇയാളെ ഒഴിവാക്കാത്തത്? ഇപ്പൊ എന്താ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നത് എന്ന് ചോദിക്കാതെ നീ തീരുമാനിച്ച കാര്യമാണോ? അതേ നബിയെ എനിക്ക് തീരുമാനിച്ച കാര്യമാണ്. ആ പറച്ചിലങ്ങോട്ട് റസൂലുള്ളാഹിന്റെ കാതുകളിൽ എത്തിയപ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്ത് ചെയ്തെന്നറിയോ? ഈ പെൺകുട്ടിക്ക് വിവാഹമോചനത്തിനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. എന്തിനാ കൊടുത്തതെന്നറിയോ? നാളൊരു സമയത്ത് ഈ പെണ്ണ് മോശമായ രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഏതെങ്കിലും നിലയിൽ ഒരു ദുർവൃത്തി, ഏതെങ്കിലും ദുർമാർഗത്തിൽ ഈ പെണ്ണ് പോവുകയോ അല്ലെങ്കിൽ ഭർത്താവിനെ അനുസരിക്കാത്തൊരു സാഹചര്യം പിന്നീട് ഉണ്ടാവും. സൗന്ദര്യം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഭർത്താവിനെ അനുസരിക്കാത്തൊരു ഭാര്യ, അല്ലെങ്കിൽ അവൾ ദുഷ്പ്രവർത്തികളിലേക്ക് പോകുമെന്ന് പേടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ഭർത്താവ് സാബിത്ത് ബിൻ ഖൈസിന് സൗന്ദര്യം കുറവാണെങ്കിൽ ജമീല അയാളെ ഒഴിവാക്കിക്കോ. നിനക്കങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. കാരണം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ബോധ്യം ഒരു പെണ്ണ് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ വിവരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു അഭിപ്രായം പറഞ്ഞ് ആ ജീവിതത്തെ ഒരു കുടുസായ മനോഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ഒരു പെണ്ണിന്റെ ജീവിതവും അവളുടെ മനസ്സും അവളുടെ ശരീരവും ക്ഷയിച്ചു പോകുന്നതിനെ അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും വിശാലമായ സ്ത്രീകളെ കേൾക്കുന്ന ഒരു പ്രവാചകൻ, ഒരു നായകൻ, നമ്മുടെ നായകനല്ലാതെ ലോകത്ത് വേറെ ആരാ ഉള്ളത്? എത്ര എതിരായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് തെളിവുകളായിട്ട് പറയാൻ കഴിയും. എത്ര കാര്യങ്ങൾ പറയാൻ കഴിയും. എത്ര ആളുകളുടെ മുമ്പിൽ പരാതി ബോധിപ്പിക്കാൻ വന്ന ആളുകൾ പെൺകുട്ടികളെ നിരന്തരം പീഡിപ്പിക്കുകയും അവരുടെ നഗ്ന ചിത്രങ്ങൾ വെച്ച് പിന്നീട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത സംഭവങ്ങൾ നമ്മൾ എത്ര കേട്ടിരിക്കുന്നു. ഇപ്പൊ പുതിയ ഹേമ കമ്മീഷൻ പോലുള്ള കമ്മീഷനുകൾ വരുമ്പോ എല്ലാം പുതിയ കാര്യങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയില് ഒരു പെണ്ണിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു ഘട്ടം വരുമ്പോ അതിന് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പ്രവാചകൻ സ്ത്രീകളെ കേൾക്കാനുള്ളൊരു മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്ത് പ്രതിസന്ധി വന്നാലും ഒരു പെണ്ണിന് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ, ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറും ഫത്വ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല സ്ത്രീകളെ കേട്ടിരുന്നത്. വെറും ഫത്വ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഹബീബായ നബി തങ്ങൾ സ്ത്രീകളെ കേട്ടിരുന്നത്. മസ്അല പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമല്ല റസൂലുള്ള സ്ത്രീകളെ കേട്ടിരുന്നത്. പിന്നെയോ ഹബീബായ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായി മറുപടി കൊടുക്കുന്ന പ്രവാചകന്, അള്ളാഹുവിനെ കൊണ്ടും അവന്റെ ഹബീബിനെ കൊണ്ടും വിശ്വസിച്ച ആദ്യത്തെ രക്തസാക്ഷിയായ സ്ത്രീയെ നിങ്ങൾക്കറിയോ? ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹ. ആരായിരുന്നു സുമയ്യ റളിയല്ലാഹു അൻഹ എന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില് യാസിർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്, പ്രിയപ്പെട്ട സഹാബി, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് സുമയ്യ. യാസിർ സുമയ്യ ദമ്പതിമാർക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന്റെ പേരാണ് അമ്മാർ ബിൻ യാസിർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. യാസിർ റളിയല്ലാഹു അൻഹു ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അതുപോലെ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ വളരെ നികൃഷ്ടമായ നിലയിലാണ് കൊല ചെയ്യപ്പെട്ടത്. അവരുടെ രഹസ്യ അവയവത്തിൽ പോലും പ്രിയപ്പെട്ടവരെ ഇരുമ്പ് ദണ്ട് കുത്തി കയറ്റിയിട്ട് അവരെ വല്ലാത്തൊരു കോലത്തിൽ കൊന്നുകളഞ്ഞല്ലോ. മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ വളരെ ക്രൂരമായിട്ട് കൊന്ന ആ സന്ദർഭത്തില് ഇന്നും പരിശുദ്ധമായ മക്കയിൽ ചെല്ലുമ്പോ നമുക്ക് കാണാം മഖ്തൽ സുമയ്യ ബീവിയുടെ രക്തസാക്ഷിത്വം നടന്ന മണ്ണ്. ആ സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ വളരെ ക്രൂരമായിട്ട് ചതച്ചരയ്ക്കുമ്പോ, അവരുടെ ശരീരത്തെ അടിച്ചൊടിക്കുമ്പോ, അവരുടെ ശരീരത്തിൽ വേദനാജനകമായ ശിക്ഷകൾ സമ്മാനിക്കുമ്പോ സുമയ്യ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബ്
ബീബി എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കുകയാ. സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയോ? യാസിർ റളിയല്ലാഹു അൻഹുവിനോട് എന്താ റസൂലുള്ള പറഞ്ഞതെന്നറിയോ? യാസിർ കുടുംബമേ, നിങ്ങൾ സഹിക്കുക, നിങ്ങൾ ക്ഷമിക്കുക. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കിട്ടാ നിങ്ങൾ അനുഭവിക്കുന്നത്, ഈ അനുഭവിക്കുന്ന പ്രയാസം മുഴുവനും നിങ്ങൾ അള്ളാഹുവിന്റെ പേരിലല്ലേ, വിശുദ്ധ ദീനിന്റെ പേരിലല്ലേ നിങ്ങൾ അനുഭവിക്കുന്നത്. ഈ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങൾ, ഓരോ പ്രയാസങ്ങൾ, ഓരോ ദുഃഖങ്ങളും, ഓരോ പീഡനങ്ങൾക്ക് പകരം അള്ളാഹു നിങ്ങൾക്ക് സുഖലോലുപ സ്വർഗത്തില് അള്ളാഹു തആല നല്ല സമ്മാനം നിങ്ങൾക്ക് തരുന്നതാ. അള്ളാഹു നിങ്ങൾക്കൊരു വീട് തരുന്നതാ. പടച്ചവൻ നിങ്ങൾക്കൊരു മനോഹരമായ സൗധം പണിതഴിപ്പിച്ച് തരുന്നതാ. മറിയം മഹദിയായ സുമയ്യ റളിയല്ലാഹു തആല അൻഹയോട് യാസിർ റളിയല്ലാഹു അൻഹുവിനോടും റസൂലുള്ള പറഞ്ഞത് എന്തിന്റെ പേരിലെന്നറിയോ? ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങുമ്പോൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് തന്റെ പ്രിയപ്പെട്ട അനുയായികൾ സുമയ്യ ബീവിയും യാസിർ തങ്ങളും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയാ ചേർത്ത് നിർത്താനുള്ള വിശാലമായ മനസ്സ് കാണിച്ച ലോക നേതാവ് അവരുടെ പ്രയാസഘട്ടങ്ങളിൽ, അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിർത്തിയിട്ട് സ്വർഗത്തിൽ സുന്ദരമായൊരു പദവി നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയോടും യാസിർ തങ്ങളോടൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഫത്വ കൊടുക്കാനും മസല പറയാനും മാത്രമല്ല, അവരനുഭവിക്കുന്ന വേദന, അവരനുഭവിക്കുന്ന പ്രയാസം, അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ, ഇതെല്ലാത്തിനും കൂടെ നിൽക്കാൻ നബിതങ്ങൾ എന്ന നേതാവ് തയ്യാറാണെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, സ്ത്രീകളുടെ നൊമ്പരങ്ങൾ കേട്ടത് പ്രവാചകനാ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുത്ത പ്രവാചകനാ, സ്ത്രീകളുടെ വേദനയുള്ള ജീവിതത്തിന് ആ ജീവിതത്തിനൊരു പരിഹാരം കാണിച്ചു കൊടുത്തത് പ്രവാചകനാ. അറിയുമല്ലോ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, മാ ബാലു റബ്ബിനാ യദ്കുറു റിജാല വലാ യദ്കുറു നിസാഅ ഫീ ശൈഇൻ മിൻ കിതാബിഹി നഖ്ശാ അല്ലാ യകൂന ഫീഹിന്ന ഖൈർ. അല്ലാഹുവിന്റെ നബിയുടെ മുമ്പിൽ വന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, മാ ബാലു റബ്ബിനാ, പടച്ചവൻ എന്തു പറ്റി നബിയെ, പടച്ചോന് നമ്മുടെ അല്ലാഹ് എന്തു പറ്റി? യദ്കുറു റിജാല, പുരുഷന്മാരെ പറ്റി ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്, പക്ഷേ വലാ യദ്കുറു നിസാ, സ്ത്രീകളെ പറ്റി പറയുന്നില്ലല്ലോ. സ്ത്രീകളെ പറ്റി ഖുർആനിലില്ല. ആ സമയത്ത് വളരെ പരിമിതമായ സൂക്തങ്ങൾ മാത്രമുള്ള ഘട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുന്നിൽ വന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലയോ നബിയേ, നമ്മുടെ റബ്ബിന് എന്തു പറ്റി? സ്ത്രീകളെ പറ്റി ഒന്നും പറയുന്നില്ല, പുരുഷന്മാരെ പറ്റി വാചാലമാകുന്നു വിശുദ്ധ ഖുർആൻ. നഖ്ശാ അല്ലാ യകൂന ഫീഹിന്ന ഖൈർ, ഞങ്ങൾ സ്ത്രീകൾക്ക് ഒരു ഖൈറുമില്ല എന്ന് ഞങ്ങൾ പേടിച്ചു പോവാ, ഞങ്ങൾക്ക് ഒരു ഖൈറുമില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുക, ഞങ്ങളെ പറ്റി ഒന്നും ഖുർആനിലില്ല, പുരുഷന്മാരെ പറ്റിയൊക്കെ ഖുർആനിലുണ്ട്, എന്ത് പറ്റി നമ്മുടെ പടച്ചോന്? ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോൾ നബിതങ്ങളുടെ അടുക്കൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങാൻ. ആ ആയത്ത് ചെറിയ കാര്യമല്ല. ആ ആയത്ത് വിശുദ്ധമായ ഖുർആനിന്റെ ഞാൻ ആമുഖമായി ഓതിവെച്ച 10ഓളം വരുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങാൻ. ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല 10 കാര്യങ്ങൾ, വിശദീകരണങ്ങൾ ഒന്നുമില്ല, 10 കാര്യങ്ങൾ അല്ലാഹു തആല അവതരിപ്പിച്ചു. അതില് അല്ലാഹ് പറയുന്നത് പുരുഷനെയും സ്ത്രീയെയും കൃത്യമായി അനുപാതത്തില് കൃത്യമായി അല്ലാഹു തആല സ്ത്രീകളെ ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറക്കുകയാണ്. അല്ലാഹുവിനൊന്നും പറ്റിയില്ല പെങ്ങന്മാരെ, നിങ്ങളെ
പറ്റി ഒന്നും പറയുന്നില്ല. ആണുങ്ങളെ പറ്റി മാത്രമേ ഖുർആനിലുള്ളൂ എന്ന് പരിഭവം പറഞ്ഞു പോയ ആ സ്ത്രീകളോട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തിറക്കുകയാ. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാത് വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാതി വൽ ഖാശിഈന വൽ ഖാശിആതി വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാതി വസ്സായിമീന വസ്സായിമാതി വൽ ഹാഫിലീന ഫുറൂജഹും വൽ ഹാഫിളൂൻ والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. വിശുദ്ധ ഖുർആൻ 10 കാര്യങ്ങൾ പറഞ്ഞു. ആണുങ്ങളെയും പറഞ്ഞു, പെണ്ണുങ്ങളെയും പറഞ്ഞു. എന്താ ഈ 10 കാര്യങ്ങൾ എന്നറിയോ? അല്ലാഹു പറയുന്നു ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും. മുസ്ലിമാകാൻ എന്ത് വേണമെന്ന് മഹാനായ അത്താ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. മുസ്ലിമായ പുരുഷനും മുസ്ലിമായ സ്ത്രീയും. രണ്ടാമതല്ല പറയുകയാണ് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള മുസ്ലിം, ഈമാനുള്ള ആണുങ്ങളും ഈമാനുള്ള പെണ്ണുങ്ങളും. അവിടെ ആണുങ്ങളെ മാത്രമല്ല പെണ്ണുങ്ങളെയും പറഞ്ഞു. മുസ്ലിമായ ആണും മുസ്ലിമായ പെണ്ണും, മുഅ്മിനായ ആണും മുഅ്മിനായ പെണ്ണും. അല്ലാഹ് പറയുന്നു വൽ ഖാനിതീന വൽ ഖാനിതാത്, ഭക്തിയുള്ള ആണും ഭക്തിയുള്ള പെണ്ണും. വസ്സാദിഖീന വസ്സാദിഖാത്, സത്യസന്ധതയുള്ള പുരുഷനും സത്യസന്ധതയുള്ള പെണ്ണും. വൽ മുതസദ്ദിഖ് വസ്സാബിരീന വസ്സാബിറാത്, ക്ഷമയുള്ള ആണും ക്ഷമയുള്ള പെണ്ണും. അതുപോലെ വൽ ഖാശിഈന വൽ ഖാശിആത്, ഏറ്റവും നല്ല ഭയഭക്തിയോടെ ജീവിക്കുന്ന ആണും പെണ്ണും. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്, ധർമ്മം ചെയ്യുന്ന പുരുഷനും ധർമ്മം ചെയ്യുന്ന പെണ്ണും. വസ്സായിമീന വസ്സായിമാത്, നോമ്പ് പിടിക്കുന്ന പുരുഷനും നോമ്പ് പിടിക്കുന്ന പെണ്ണും. വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്, ചാരിത്രം സൂക്ഷിക്കുന്ന പുരുഷനും ചാരിത്ര വിശുദ്ധിയുള്ള പെണ്ണും. വല്ലാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്, അല്ലാഹുവിനെ ഏത് സമയത്തും ഓർക്കുന്ന പുരുഷനും ഏത് സമയത്തും ഓർക്കുന്ന പെണ്ണും. 10 കാര്യങ്ങൾ. മുസ്ലിമാകണം ആണും പെണ്ണും, മുഅ്മിനാകണം, ഖാനിത്താകണം, അതുപോലെ തന്നെ സാദിഖാകണം, സാബിറാകണം, ഖാശി ആകണം, മുതസദ്ദിഖാകണം, സായിമത്താകണം, അതുപോലെ തന്നെ ഹാഫിലീങ്ങളാകണം, അതുപോലെ ദാക്കിരീങ്ങളാകണം. ഈ 10 കാര്യങ്ങൾ അല്ലാഹു തആല അവതരിപ്പിച്ചു ഖുർആനിൽ. അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറയാം കുറഞ്ഞ വാക്കില്. എന്നിട്ട് ആണിനെയും പെണ്ണിനെയും 10 കാര്യങ്ങളിലും അല്ലാഹു തആല ചേർത്ത് വെച്ചിട്ട് അവസാനം പറഞ്ഞു അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമാ. ഇങ്ങനെയുള്ള സ്ത്രീ പുരുഷന്മാർക്ക്, മുസ്ലിമായ മോമിനായ ഖാനിത്തായ സാബിറായ മുതസദ്ദിഖായ സായിമായ സാദിഖായ ഖാശിയായ ഖാനിത്തായ ഹാഫിളായ ദാകിറായ ആണുങ്ങളും പെണ്ണുങ്ങൾക്കും അല്ലാഹു കൊടുക്കുന്നത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹു അവർക്ക് നല്ല പാപമോചനം കൊടുക്കുമെന്നാണ്. വഅജ്റൻ അളീമാ, ഉന്നതമായ സ്വർഗ്ഗം അല്ലാഹു കൊടുക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം, മുഅ്മിന്, അതുപോലെ തന്നെ ഖാനിത്ത്, സാദിഖ്, സാബിർ, അതുപോലെ ഖാശി, മുതസദ്ദിഖ്, സ്വായിം, ഹാഫിള്, ദാകിർ, ഈ 10 കാര്യങ്ങൾ ചെയ്യുന്ന ആണിനും പെണ്ണിനും അല്ലാഹു അതുവരെയുള്ള സകല പാപങ്ങളും പുറത്തു കൊടുക്കും. അല്ലാഹു സ്വർഗവും കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. സ്ത്രീകളുടെ ആവശ്യപ്രകാരം അല്ലാഹു വിശുദ്ധ ഖുർആൻ ഇറക്കി കൊടുക്കാൻ. സ്ത്രീകളുടെ ആവശ്യപ്രകാരം ഖുർആൻ അല്ലാഹു ഇറക്കി കൊടുക്കാൻ. എങ്ങനെയാണ് മുസ്ലിമാകാൻ കഴിയുക? എങ്ങനെയാണ് മുഅ്മിനാകാൻ കഴിയുക? ഞാൻ ചുരുക്കി പറയാം. മഹാനായ അത്താ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിമാകണോ നിങ്ങൾക്ക്? അല്ലാഹു ആദ്യം പറഞ്ഞത് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാ,
മുസ്ലിമാകുന്ന ആണുങ്ങളും മുസ്ലിമാകുന്ന പെണ്ണുങ്ങളും എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, മുസ്ലിമാകാൻ നിങ്ങൾക്ക് കഴിയണം. എങ്ങനെയാണെന്നറിയോ? അതാ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഫവ്വല അംറഹു ഇലല്ലാഹ്, ആര് ഞങ്ങളുടെ കാര്യം അല്ലാഹനെ ഏൽപ്പിക്കുന്നുണ്ടോ അവന്റെ പേരാണ് മുസ്ലിം. നമ്മുടെ കാര്യം ആരെ ഏൽപ്പിക്കണം? നമ്മുടെ കാര്യം ആരെ ഏൽപ്പിക്കണം? അല്ലാഹനെ ഏൽപ്പിക്കണം. വേറെ ആരെ ഏൽപ്പിക്കണ്ട. നമ്മളെ കാര്യം അല്ലാഹനെ ഏൽപ്പിച്ചാൽ അവന്റെ പേര് മുസ്ലിമാണ്. എന്തു വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും എന്റെ കാര്യം നോക്കാൻ എന്റെ റബ്ബിനറിയാം. പട്ടിണിയാണെന്നിരിക്കട്ടെ, പട്ടിണിയാണ്, എന്തിന് ഞാൻ വിഷമിക്കണം? എന്തിന് ഞാൻ വിഷമിക്കണം? നിങ്ങൾക്കറിയോ, ഇന്ന് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെടും, ഒരുപാട് പ്രയാസപ്പെടും. എന്നാൽ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ പ്രതീകമായ സോമാലിയയിലെ കറുത്ത വർഗക്കാരനായ കണ്ണ് കുഴിഞ്ഞ് കവള് കുഴിഞ്ഞ് എല്ലുന്തി വയറൊട്ടിയ പാവപ്പെട്ട ഒരു സോമാലിയയിലെ ഒരു ദരിദ്രനായ പട്ടിണി പേക്കോലം, പട്ടിണി മാത്രമേ ഉള്ളൂ. അയാള് കുറച്ച് നേന്ത്രപ്പഴവും കുറച്ച് ആപ്പിളും കുറച്ച് മുന്തിരിയും കുറച്ച് ഓറഞ്ചും ഒക്കെ ആയിട്ട് ആളുകൾ ഇതുപോലെ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കച്ചവടം നടത്തുകയാണ്. അദ്ദേഹത്തിന് ഈ 4 ചക്ര വാഹനം എന്ന് പറഞ്ഞാൽ ഒരു ഉന്തുവണ്ടി, നമ്മൾ പറയുമല്ലേ ഒരു തട്ടുവണ്ടി എന്നൊക്കെ പറയുന്ന ആ വണ്ടിയിലാണ് ഇയാൾ കച്ചവടം ചെയ്യുന്നത്. ആ വണ്ടിയുടെ ഈ തിരുനെറ്റിയിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. ഞാൻ എന്തിന് ദാരിദ്ര്യത്തെ പേടിക്കണം? സമ്പന്നനായ പടച്ചോന്റെ അടിമയാണ് ഞാൻ, സമ്പന്നനായ അള്ളാന്റെ അടിമയാണ് ഞാൻ, പിന്നെന്തിന് ഞാൻ ദാരിദ്ര്യത്തെ പേടിക്കണം? ഇതാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. ആ പാവപ്പെട്ടവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു ചെറിയ ഒരു വാഹനത്തില് അദ്ദേഹം പടച്ചവനെ മറക്കാതെ എഴുതി വെച്ചിട്ട്, അല്ലാഹുവേ, ഈ നേന്ത്രപ്പഴം, ഈ പഴം, ഈ ആപ്പിള് കച്ചവടം നടത്തി ആരെങ്കിലും വാങ്ങിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഇവരിലല്ല എന്റെ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും നിന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പടച്ചവനെ, ആ കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽപ്പിക്കുന്നു. കഴിയണം. മൻ ഫവ്വല അംറഹു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചാൽ അവനെ മുസ്ലിമാണ്, അവന് മുസ്ലിമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതല്ല പറഞ്ഞത് മോമിനാകുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എന്നല്ലേ? മോമിനായ ആണും പെണ്ണുമെന്നല്ലേ? ഈ മോമിനാകാൻ എന്താണ് വേണ്ടതെന്ന് ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താ ഈമാൻ എന്നറിയോ? മാ മൻ അഖറ അന്നല്ലാഹ റബ്ബഹു വ മുഹമ്മദൻ റസൂലാ വലം യുഖാലിഫു ഖൽബുഹു ലിസാനാ. അല്ലാഹുവാണ് എന്റെ സൃഷ്ടാവെന്ന്, നബി മുഹമ്മദാണ് എന്റെ നേതാവെന്ന് അംഗീകരിക്കുക മാത്രമല്ല, അവന്റെ വാക്കും പ്രവൃത്തിയും ഒന്നായാൽ അവന്റെ പേര് മൂമിനാണ്. വാക്കും പ്രവൃത്തി ഒന്നാകണം. പറയുന്നത് തന്നെ പ്രവർത്തിക്കണം, പ്രവർത്തിക്കുന്നതേ പറയാവൂ, പറയുന്നത് പ്രവർത്തിക്കണം. വാക്കും പ്രവൃത്തിയും ഒന്നായാൽ അവന്റെ പേര് മുഅ്മിനാണ്. അത്താ ഇബ്നു റബാഹ് തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് മുസ്ലിമാകാൻ എല്ലാം പടച്ചോനെ ഏൽപ്പിച്ചോ, മുഅ്മിനാകാൻ വാക്കും പ്രവൃത്തിയും ഒന്നാക്കിക്കോ. ഇനി മൂന്നാമത്തെ കാര്യം അല്ല പറഞ്ഞത് ഖാനിതീന വൽ ഖാനിതാത്ത്, അല്ലാഹുവിന് വേണ്ടി സർവ്വതും അർപ്പിക്കുന്നവര്. എങ്ങനെയാണ് ഖാനിതാവുക എന്നറിയോ? മൻ അതാ അല്ലാഹ ഫിൽ ഫർളി വ അതാ റസൂല ഫിസ് സുന്നah. ഫർളായ കാര്യങ്ങളിലൊക്കെ അല്ലാഹനെ വഴിപ്പെടണം, സുന്നത്തായ കാര്യങ്ങളിലൊക്കെ നബി തങ്ങളെ വഴിപ്പെടണം. എങ്കിൽ അവൻ ആരാ? ഖാനിത്താണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിരിക്കുന്ന എത്ര ഖാനിത്യങ്ങളുണ്ട്, എത്ര ഖാനിത്യങ്ങളുണ്ട്, എത്ര സുന്നത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്? ആകെ ഒരു സുന്നത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് 5-ാം വയസ്സിൽ. ആ ഒരു സുന്നത്ത് ഒഴിച്ച ബാക്കി ഒരു സുന്നത്ത് നമ്മളതിലില്ല, ഒരു സുന്നത്ത് നമ്മളതിലില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫർളായ കാര്യങ്ങളിൽ പടച്ചവനെ വഴിപ്പെടണം, സുന്നത്തായ കാര്യങ്ങളിൽ മുഹമ്മദ് മുസ്തഫായെ വഴിപ്പെട്ടാൽ അവന്റെ പേര് ഖാനിത്ത് എന്നാണ്. അതുകൊണ്ട് ഞങ്ങളെ പറ്റി ഖുർആനിൽ ഇല്ല എന്ന് പരാതി പറഞ്ഞാ പോരാ, പിന്നെയോ
ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. പെണ്ണുങ്ങൾ ആകെയുള്ള പരാതി ഞങ്ങൾക്ക് പള്ളി കയറാൻ പറ്റുന്നില്ല എന്നാണ്. ഇനി പള്ളി കയറാൻ പറഞ്ഞാലോ ഒരാളും പള്ളി വരികയില്ല. അല്ല, പുരുഷന്മാർക്ക് പള്ളി കയറണല്ലോ, പിന്നെ പെണ്ണുങ്ങൾ കയറോ? പുരുഷന്മാർക്ക് ഒരു പണിയില്ല. 3 നേരം എഴുന്നേറ്റ് എന്ത് ചെയ്യണം? ഉണ്ണണം, ഉറങ്ങണം, ഉണ്ണി ഉണ്ടാക്കണം. ഇതല്ലാതെ വേറെ ഒന്നും പുരുഷന്മാർക്കില്ല. പക്ഷെ പെണ്ണിനങ്ങനല്ല. ഉണ്ണാൻ വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കണം അല്ലേ? ഭക്ഷണം പാകം ചെയ്യുന്ന ആരാണ്? പെണ്ണല്ലേ. അപ്പൊ അവളെങ്ങനെ പള്ളിയിൽ വരും? അവസരം കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ എത്താത്ത മുന്തിരി പുള്ളിക്കും എന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് പള്ളി കയറാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പള്ളിയുടെ സെക്രട്ടറി ആകാൻ പറ്റുന്നില്ല. ഇനി ആകട്ടെ എന്ന് പറഞ്ഞാലോ ഒരു ദിവസം തികച്ചവർ ഇരിക്കുകയില്ല. പറ്റൂല ഇരിക്കാൻ. 6 മണിയാകുമ്പോ വീട്ടിനകത്ത് കയറാൻ വേണ്ടി ഓടുന്ന പെണ്ണുങ്ങൾ പിന്നെങ്ങനെയാണ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവുന്നത്? കാരണം കമ്മിറ്റി എല്ലാം ഇശ കഴിഞ്ഞിട്ടാണ്. കമ്മിറ്റി കൂടുതൽ തന്നെ ഇശ കഴിഞ്ഞിട്ടാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് 6 മണിയായ രാത്രിയായെന്നും പറഞ്ഞ് വീട്ടിലേക്ക് ഓടുന്ന പെണ്ണുങ്ങൾ? അത് ഒരു കാലം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പകല് മുഴുവൻ ഉറക്കം, രാത്രി മുഴുവനും വെളിയില്ല പെണ്ണുങ്ങൾ. 13 വയസ്സും 14 15 വയസ്സുള്ള സ്ത്രീ പെൺകുട്ടികൾ, ഞാൻ പറയാൻ, നിങ്ങൾ പടച്ചോനാണ് എന്നെ സ്നേഹിക്കുകയും വേണ്ട, എന്റെ വാഴ കേൾക്കാനും വരണ്ട, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുകയും വേണ്ട. എന്ത് വന്നാലും ഞാനൊരു കാര്യം പറയാണ്. 13 14 15 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് +1 +2 16 17 ആ 13 14 15 16 17 8 9 10 +1 +2 ഈ 5 സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾ, അതും നമ്മുടെ സമുദായത്തിലെ സഹോദരിമാര് വളരെ ഗുരുതരമായ അവസ്ഥയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. വാളിന് ഒരു കുറവുമില്ല, ദുആ സമ്മേളനത്തിന് യാതൊരു കുറവുമില്ല, ഉറൂസുകൾക്ക് ഒരു കുറവുമില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചേമ്പിലയിൽ വെള്ളം വീഴുന്നത് പോലെ ഇതെല്ലാം എവിടേക്കോ തെറിച്ചു പോകുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവാൻ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ പെൺകുട്ടികൾ ഉമ്മമാര് അറിഞ്ഞും ഉമ്മമാരറിയാതെയും പെൺകുട്ടികളുടെ മൊബൈലുകൾ, പെൺകുട്ടികളുടെ ലാപ്പുകൾ, പെൺകുട്ടികളുടെ ടാബുകൾ, പെൺകുട്ടികളുടെ കമ്പ്യൂട്ടറുകൾ, പെൺകുട്ടികളുടെ സ്വകാര്യമായി ഉപയോഗിക്കുന്ന സംഗതികളൊക്കെയും പരിശോധിച്ച് ഉമ്മമാര് പെൺകുട്ടികളെ, പെൺമക്കളെ കൂട്ടുകാരികളായി ചേർത്ത് നിർത്തി അവരോടൊപ്പം ഇടപെട്ട് അവരെ നേരായ വഴി കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പടച്ചവനാണ്, നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ ഒരു 5 വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ അവസാന ഇപ്പോഴത്തെ ആയുധമാകുന്ന ഈ തട്ടവും പർദ്ദയും പോലും ഉണ്ടാവൂല. എഴുതി വെച്ചോ, ഇല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. എഴുതി വെച്ചോ, 99% പെൺകുട്ടികളും പർദ്ദധാരികളാണ് കാസർഗോഡ് ജില്ലയിൽ. 95% സ്ത്രീകളും പർദ്ദധാരികളാണ് കണ്ണൂർ ജില്ലയിൽ. 90% സ്ത്രീകളും പർദ്ദധാരികളാണ് കോഴിക്കോട് ജില്ലയിൽ. 85% സ്ത്രീകളും പർദ്ദധാരികളാണ് മലപ്പുറം ജില്ലയിൽ. അങ്ങനെ വന്ന് അവസാനം ഞങ്ങളെ ജില്ലയിൽ എത്തുമ്പോൾ 20% ആവും. വേറൊരു വിഷയം, തിരുവനന്തപുരത്ത് 20% ഉള്ളൂ. എന്തെങ്കിലും മുസ്ലിയാരെ ഉമ്മ ആവണം, അല്ലെങ്കിൽ മുസ്ലിയാരെ ഭാര്യയാവണം, അല്ലെങ്കിൽ മുസ്ലിയാരെ മോളാകണം. പർദ്ദയൊക്കെ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകുന്നവരിടുന്നതല്ലേ എന്നാ ചോദിക്കുന്ന പലരും. അപ്പൊ ഏറെക്കുറെയൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. പക്ഷേ ഈ മലബാറിൽ നിന്ന്, കാസർഗോഡ് നിന്ന് തിരിഞ്ഞങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ടങ്ങോട്ട് വേഷവിധാനം മാറി മാറി വരികയാണ്. അപ്പോ ഈ ഒരു നിലയിലേക്ക് ഇനി അവസാനത്തെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും ഈ നാട്ടിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അതുകൊണ്ട് മക്കളെ നന്നായിട്ട് വളരെ ജാഗ്രതയോടുകൂടി വളർത്തിക്കോളി. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സുന്നത്തിൽ റസൂലുള്ളാഹിയെയും ഫർളിൽ അള്ളാഹുവിനെയും ആര് വഴിപ്പെടുന്നുവോ അവന്റെ പേരാണ് ഖാനിത്ത്. തീരുന്നില്ല, പിന്നെ പറഞ്ഞത് വസാദിഖീൻ. അള്ളാഹു പറയുന്ന സാദിഖീങ്ങളാ എന്ന് പറഞ്ഞാൽ മനസാന അനിൽ കദിബി, കളവിൽ നിന്ന് ആരാണോ രക്ഷപ്പെടുന്നത് അവനാണ് സാദിഖ്. കച്ചവടത്തിലുണ്ട്, വ്യക്തിജീവിതത്തിലുണ്ട്, സംസാരത്തിലുണ്ട്, എല്ലാത്തിലും സാദിഖാകണം. കദിബിൽ നിന്ന്, കള്ളപ്പരപ്പിൽ നിന്ന് മാറി നിൽക്കണം. വീണ്ടും അല്ലാഹ് പറഞ്ഞതെന്താണ്? വസാബിരീന വസാബിറാ, ക്ഷമിക്കുന്ന ആണും പെണ്ണുമെന്നാണ്. പെണ്ണുങ്ങളുടെ അസ്മാ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹയുടെ വേദന കണ്ടിട്ട് അല്ലാഹു സൂക്തമിറക്കി കൊടുത്തു. അതെ, എങ്ങനെയാണ് ക്ഷമിക്കുന്നതെന്നറിയോ? ഇബാദത്തുകളിൽ ക്ഷമ വേണം. ഈ ക്ഷമ എന്ന് പറഞ്ഞ മക്കൾ മരിച്ചു പോകുമ്പോൾ മാത്രം കരയുന്നതിനാണ്, വാപ്പ മരിക്കുമ്പോ സഹിക്കുന്നതിനാണ്, പനി വരുമ്പോ സഹിക്കുന്നതിനാണ്, കാല് മുറിക്കുമ്പോ സഹിക്കുന്നതിനാണ് ക്ഷമ എന്ന നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. അല്ല, ബാങ്ക് കേൾക്കുമ്പോ നിസ്കരിക്കുന്നത് ക്ഷമയാണ്. ക്ഷമ 3 ഐറ്റം ഉണ്ട്. ക്ഷമ 3 എണ്ണം ഉണ്ട്. അസ്സബുറു അല ത്വാഅ, അസ്സബുറു അലൽ മുസീബ, അസ്സബുറു അലൽ മഅസിയ. നമ്മൾ ഏതിലാ? ഈ മുസീബത്തിൽ മാത്രമാണ് ക്ഷമ പഠിച്ചിട്ടുള്ളത്. പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോ കയറി നിസ്കരിക്കാൻ ക്ഷമ വേണം. കള്ള് കുടിക്കാതിരിക്കാൻ ക്ഷമ വേണം. വിപത്തുകൾ വരുമ്പോ സമാധാനിക്കാൻ ക്ഷമ വേണം. ആ ക്ഷമയുള്ളവന് അല്ല പറയുന്നു ക്ഷമിക്കുന്ന ആണുങ്ങളും ക്ഷമിക്കുന്ന പെണ്ണുങ്ങളും. പിന്നെ പറഞ്ഞ എന്താ? ഖാശിഅ്, ഭക്തി. ഈ ഭയഭക്തി, ഏകാഗ്രത, അതെങ്ങനെയെന്നറിയോ? എന്റെ വാക്കല്ല, ഇബ്നു റബാഹ് തങ്ങൾ പറയുകയാണ്, മൻ സല്ലാ വലം യഅരിഫ് അൻ യമീനിഹി വഅൻ യസാരിഹി. നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ വലത്താരാ നിൽക്കുന്നതെന്നും ഇടത്താരാ നിൽക്കുന്നതെന്നും ഇവൻ അറിയരുത്. അങ്ങനെ നിസ്കരിക്കണം. പറ്റുമോ? നമ്മളെ മുമ്പിൽ നിൽക്കുന്ന നിസ്കാരക്കാരന്റെ പാന്റിൽ എത്ര ഓട്ടയുണ്ട്, അവന്റെ കുപ്പായത്തിൽ എത്ര കളമുണ്ട്, അവന്റെ തലയിൽ ഏതാ ഹെയർ സ്റ്റൈല്, അവൻ എങ്ങനെയാ നിൽക്കുന്നത്, ഇതൊക്കെ നോക്കിയല്ലേ നമ്മൾ പുറകിൽ നിസ്കരിക്കുന്നത്. അത്താ ഇബ്നു റബാഹ് പറയാണ്, ഖുശൂ നിസ്കാരത്തിൽ വേണമെന്ന് പറഞ്ഞ നീ കൈ കെട്ടി കഴിഞ്ഞാൽ വലത് സൈഡിൽ ആര് നിൽക്കുന്നത് നിനക്കറിയരുത്, ഇടത് സൈഡിൽ ആര് നിൽക്കണം നീ അറിയരുത്. അങ്ങനെ നിസ്കരിച്ചു നോക്കിയേ. അങ്ങനെ നിസ്കരിച്ചപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരുന്ന കെട്ടിടം തകർന്നപ്പോ മൂപ്പരറിഞ്ഞില്ല, ബാക്കിയുള്ളവരും അറിഞ്ഞു. കെട്ടിടം തകരാൻ മൂപ്പരറിഞ്ഞില്ല, മൂപ്പര നിസ്കാരത്തിലാണ്. ഒരു ഉദാഹരണം പറയാം. കാല് മുറിച്ചൊരു സഹാബിയുണ്ട്. ഞാൻ ചരിത്രം പറയുന്നില്ല, പറഞ്ഞ മകരി പോലെ പറയും നിസ്കാരം പറയും കള്ളാവും. കാല് മുറിച്ചു. സിമ്പിൾ ആയിട്ടൊന്ന് പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഖുശൂ ഒന്ന് പറയാം. കാല് മുറിക്കേണ്ടി വന്നു. ആക്കിലത്തെന്ന രോഗമാണ് മൂപ്പർക്ക് വന്നത്. ആക്കിലത്ത്. ആ രോഗം ഇപ്പൊ ഉണ്ടോ? ആ രോഗമുണ്ടോ? പലരുടെയും കാല് മുറിക്കുന്ന എന്തിന്റെ പേരില? കാല് മുറിച്ചു നീക്കേണ്ടി വന്നു. രോഗത്തിന്റെ പേര് ആക്കിലത്ത്. ആക്കിലത്ത് എന്ന് പറഞ്ഞ കാർന്ന് 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 തിന്നുന്നത്. അങ്ങനത്തെ രോഗം ഇപ്പൊ ഉണ്ടോ? ഏതാ? ക്യാൻസർ. ക്യാൻസർ ഏത് പദത്തിൽ നിന്ന്, ഏത് വേർഡിൽ നിന്നാണ് ഉണ്ടായി എന്നറിയോ? ക്രാബ്. ക്രാബ്. എന്താ ഈ ക്രാബ് എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ ഇറുക്കുന്നൊരു ജീവി ഉണ്ടല്ലോ, തേള് എന്ന് പറയില്ലേ, ഞങ്ങളുടെ തേളെന്നല്ലേ? അതിൽ നിന്നാണ് ക്യാൻസർ എന്ന പദം ഉണ്ടായത്. അതിന്റെ ജോലി എന്താ? കാർന്ന് കാർന്ന് തിന്നും. അതാണ് ആക്കിലത്ത് എന്ന് പറഞ്ഞ. ക്യാൻസർ വന്ന് കാല് മുറിച്ചു. ക്യാൻസർ വന്ന് കാല് മുറിച്ചു. അങ്ങനെ മുറിക്കാൻ തീരുമാനിച്ചു. ഡോക്ടർ പറഞ്ഞു കാല് മുറിക്കണം. അദ്ദേഹം പറഞ്ഞു, എന്റെ അവയവം അല്ലാഹ് തന്ന അമാനത്തെ ഞാൻ സമ്മതിക്കില്ല. അവൻ പറഞ്ഞു, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, ഇനി ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. എന്ന കാല് മുറിച്ചോ? ഇബാദത്ത് ചെയ്യാൻ പറ്റൂല, കാല് മുറിച്ചോ? അങ്ങനെ കാല് മുറിക്കണമെങ്കിൽ ഇവിടുത്തെ രീതി ഇന്നത്തെ പോലെ അനസ്തേഷ്യ അന്നില്ല. ഡോക്ടർ പറഞ്ഞു, കാല് മുറിക്കണമെങ്കിൽ കുറച്ച് മദ്യം കുടിക്കണം. മദ്യം കുടിക്കുമ്പോൾ എന്ത് ചെയ്യും? ബോധം നഷ്ടപ്പെടും. അങ്ങനെ ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തല്ലേ വില കുറച്ച് കിട്ടുന്ന 2 സാധനങ്ങൾ കിട്ടുന്ന ഇവിടെ അടുത്തല്ലേ? എവിടാ? മാഹിയില്. അവിടെ പോയ എണ്ണ അടിക്കാം, വണ്ടിക്കും എണ്ണ അടിക്കാം, നമുക്കും എണ്ണ അടിക്കാം. വില കുറവാണ്. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ പറയാനുള്ളൊരു കാര്യം പറയാണ്. ഈ തിരുവോണ നാളില് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, കഴിഞ്ഞ ബുധനാഴ്ച എന്ന എന്റെ വിശ്വാസം, ഞാൻ പ്രസംഗിച്ചത് തിരൂരാണ്. തിരൂർ പ്രസംഗിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം. ഞാൻ ചോദിച്ചു, ഇത് തിരൂരല്ലേ? ഈ തിരൂരത്തെ പ്രത്യേകത എന്താ? ഈ തിരൂരെന്ന് പറയുന്നത് ഈ തിരുവോണ നാളില് കേരളത്തിന്റെ ബിവറേജിന്റെ കണക്ക് പുറത്തു വന്നപ്പോ നമ്പർ 1 തിരൂര്. അമേരിക്കയിൽ നിന്ന് സായിപ്പും മദാമയും ഫ്ലൈറ്റിൽ പറന്നിറങ്ങി കുടിച്ചിട്ട് പോയ കണക്കല്ല. വേറെ ജില്ലകളിൽ നിന്ന് മറ്റ് സമുദായത്തിന്റെ ആളുകൾ വന്ന് കുടിച്ചു തീർത്തതിന്റെ കണക്കല്ല. തിരൂര് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഇത്രയും വലിയ ഒരു 1ാം സ്ഥാനം കിട്ടിയെങ്കിൽ ആരാ കുടിച്ചത്? നമ്മൾ തന്നെയാണ്, അല്ലേ? കള്ളങ്ങോട്ട് കുടിച്ച ബോധം നഷ്ടപ്പെടും. അപ്പോഴും കാല് മുറിക്കാം.
മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല, എന്റെ കാല് നിങ്ങൾ അല്ലാതെ മുറിക്കുന്നെങ്കിൽ മുറിച്ചാ മതി. പറ്റൂല, കാല് മുറിക്കുമ്പോ പച്ചയ്ക്ക് മുറിച്ചു മാറ്റണം, അത് വേദനയാണ്, മദ്യപിക്കുമ്പോ അറിയില്ല. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് കാല് മുറിക്കണം, ഞാനത് അറിയരുത്, അത്രയല്ലേ ഉള്ളൂ, അതെ അത്ര മതി. എന്നാ ഞാനൊരു പണി പറയട്ടെ, ഞാൻ കൈകെട്ടാം, നമസ്കരിക്കാൻ. കയ്യങ്ങ് കെട്ടുമ്പോ ഈ ലോകവുമായിട്ടുള്ള എന്റെ എല്ലാ ചിന്തകളും അങ്ങ് മാറുന്നതാ. ആ സമയത്ത് നിങ്ങൾ കാല് മുറിച്ചോളൂ. നമ്മൾ അറിയാതെ കണ്ണവം പള്ളിയില് വെളുമ്പത്ത് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ വേണ്ടി വന്നു. 2-3 പേര് അടിക്കാൻ നിൽക്കുകയാണ്. നമ്മളത് കണ്ടില്ല. നമ്മൾ അടിക്കാൻ 2-3 വടിയുമായിട്ട് 2 പേര് നിൽക്കുകയാണ്. നമ്മൾ കണ്ടില്ല. നമ്മൾ പോയി നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അടി വന്നാൽ നമ്മൾ കൊള്ളും. പക്ഷെ നമ്മൾ കയറിപ്പോയപ്പോ അവര് നിൽക്കുകയാണ്. നമ്മൾ അടിക്കാനാണെന്ന് മനസ്സിലായി. നമ്മൾ പറയണം, എടാ ഞാൻ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ കൈ കെട്ടുമ്പോ നീ അടിച്ചോ എന്ന് പറഞ്ഞ, ഞാൻ ചോദിക്കട്ടെ, നിസ്കാരത്തിൽ മൊത്തം ചിന്ത പിന്നെ അതായിരിക്കൂലേ? നിൽക്കുമ്പോ അടിക്കോ, കുനിയുമ്പോ അടിക്കോ, സുരുവുകളിൽ കിടക്കുമ്പോ അടിക്കോ, ഇതല്ലേ നമ്മുടെ ചിന്ത? അതാണ് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാല് മുറിക്കുന്നത് ഒരിക്കലും മഹാനുകൾ അറിയാതെയല്ല. പറഞ്ഞു, ഞാൻ കൈ കെട്ടുമ്പോ നിങ്ങൾ മുറിച്ചോ. കൈ കെട്ടി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി നോക്കുമ്പോ കാലില്ല. അള്ളാഹു കൊടുത്ത മക്കളില് 9 മക്കള് മരിച്ചു. അല്ല, ഒരു മോൻ മരിച്ചു. 9 മക്കള് അള്ളാഹു 10 മക്കളെ കൊടുത്തതില് ഒരു മകനെ അള്ളാഹു താല തിരിച്ചെടുത്തു. 4 അവയവം കൊടുത്തു, 2 കൈ 2 കാലും. ഈ ഒരു കാല് മുറിച്ചു. നമ്മളാണെങ്കിൽ പടച്ചോനെ എന്റെ കാല് പോയല്ലോ അല്ലാ, ആകെ 2-ൽ 1 കാല് പോയല്ലോ, ഇതായിരിക്കും പരിഭവം. മഹാനവറുകൾ പറയാൻ, അൽഹംദുലില്ലാഹ്, 4 എണ്ണം തന്നതിൽ 1 അല്ലാഹ് തിരിച്ചെടുത്തു. 10 മക്കളെ തന്നതിൽ 1 മാത്രമേ തിരിച്ചെടുത്തുള്ളൂ. 9 എനിക്ക് തന്നെ അല്ലാഹു തന്നു. അൽഹംദുലില്ലാഹ്. ഇതാണ് അവരുടെ മനസ്സ്. നിസ്കാരത്തിൽ കൈകെട്ടിയപ്പോ ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. മഹാനവറുകൾ അത്താഇബ്നു റബാഹ് തങ്ങൾ പറയാണ്, ഒരു മനുഷ്യ നിസ്കാരത്തിൽ ഭയഭക്തി എന്ന് പറഞ്ഞാൽ അവൻ കൈകെട്ടുമ്പോ വലത്തു എടുത്തു ആരാ നിൽക്കുന്നതെന്ന് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് അല്ല പറഞ്ഞ വാക്കെന്താണ്? അൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാ, ദാനം ചെയ്യുന്ന ആണും പെണ്ണും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ചെയ്യണമെന്നില്ല. മൻ തസദ്ദഖ ഫീ കുല്ലി ഉസ്ബൂഇൻ ബിദിർഹം, ആഴ്ചയിൽ 1 ദിർഹമെങ്കിലും കൊടുത്തിരിക്കണം.